ഹായ് ഗൈസ്, നാച്ചുറൽ ഡെസ്റ്റിനേഷനിലേക്ക് സ്വാഗതം. ജർമ്മനിയിലെ തിരക്കുള്ള ലൈഫിനിടയിൽ നമ്മൾ ഇന്നൊരു ഹാഫ് ഡേ ട്രിപ്പ് പോവുകയാണ്. നമ്മൾ കേട്ടറിഞ്ഞൊരു യക്ഷിക്കഥ അത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ചെറിയ ട്രാവൽ. ജർമ്മനിയിലെ റെഗൻസ്ബർഗിൽ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഈ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. ഇവിടുന്ന് ഒരു 700 മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ആ യക്ഷിക്കോട്ടയിലേക്ക് പോകുമെന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോൾ വാ, നമുക്ക് പോയാലോ? നിങ്ങളും പോരെ? ഇതാണ് കാൾവിൻസിന്റെ ഓൾഡ് ടൗൺ. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ ഓരോ മുക്കും മൂലയും ഓരോ സ്റ്റോറികൾ നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ പിന്നിൽ കാണുന്ന ഈ കോട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗായ്സ്, ഇതാണ് നമ്മുടെ കോട്ടയിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു നാബ് റിവർ ഉണ്ട്. ഈ റിവർ ക്രോസ് ചെയ്താണ് നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നത്. ഇതൊരു പഴയ സ്റ്റോൺ ബ്രിഡ്ജാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ പുറകെ കണ്ട ഇവിടെ നമ്മൾ താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെ എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിലും ക്യാമ്പർ വാൻ ഉണ്ടാവും. ഇവിടേക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ട പോലെ കുറേ മോട്ടോർ വണ്ടികൾ, പഴയ മോട്ടോർ ബൈക്സ്, കുറേ റൈഡേഴ്സ് ഒക്കെ വന്ന് ഇവിടെ ഫുൾ ടൈം ക്യാമ്പ് ചെയ്യുന്നതും ഇവിടെ തൊട്ട് താഴെ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഒരു 10-700 മീറ്ററേ ഉള്ളൂ. കാര്യം പറയുമ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ. ഇത്രയും ദൂരം മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ വരെ നടന്ന് കയറണം. ഗായ്സ്, ഇവിടെ പാറയ്ക്കുള്ളിൽ ഒരു വീട് ഒളിച്ചിരിപ്പുണ്ട്. കാണിച്ചു തരാം. ഗൈസ്, നമുക്ക് ഇതുവഴിയാണ് മുകളിലേക്ക് പോകേണ്ടത്. ഇവിടെ കുറെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പൊക്കെ കയറി നമുക്ക് ആ മോളിൽ കാണുന്ന കോട്ടയിലേക്ക് പോകാം. തിങ്ങി നിറഞ്ഞുള്ള വീടുകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചെറിയ വഴിയിലൂടെ, ഈ കാടുകൾക്കിടയിലൂടെയാണ് മുകളിലേക്ക് പോകേണ്ടത്. ഗൈസ്, നമ്മളങ്ങനെ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. ഇതാണ് ആ കോട്ട. നമുക്ക് അവിടെ ആ ലേഡി, വൈറ്റ് ലേഡി ഉണ്ടോ എന്ന് നോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി കോട്ടയുടെ മുന്നിലെത്തി. ഇതാണ് കോട്ടയിലേക്കുള്ള എൻട്രൻസ്. ഇതൊക്കെ ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായി കിടക്കുവാണ്. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഒരു ലേഡി ഇവിടെ താമസിച്ചിരുന്നു. അപ്പോൾ അവരുടെ കാമുകൻ യുദ്ധത്തിന് പോയി. അങ്ങനെ ഈ കാമുകൻ തിരിച്ചു വരുന്ന നോക്കി ഈ യുവതി കുറേ കാലം കാത്തിരുന്നു. പക്ഷേ അയാൾ യുദ്ധത്തിൽ മരിച്ചു പോയി, തിരിച്ചു വന്നില്ല. അങ്ങനെ ഇവിടെ ഇരുന്ന യുവതി കാമുകനെ കാത്തിരുന്ന് ഈ കോട്ടയിൽ മരിച്ചു. അപ്പോൾ ആ യുവതി ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല, നമുക്ക് നോക്കാം. ഗൈസ്, ഈ കോട്ടയുടെ മുക്കിനും മൂലയ്ക്കും എല്ലാം നമുക്ക് ഈ വൈറ്റ് ലേരിയുടെ തേങ്ങൽ കേൾക്കാൻ പറ്റും. ഇവിടെ താഴേക്കുള്ള നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. കുന്നും മലയും താഴെ ഒരു പുഴയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ പുഴയുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ ആ പുഴയാണെങ്കിലും അത്യാവശ്യം നല്ല ഫ്ലോ ഉള്ള ഒരു പുഴയാണ് കേട്ടോ. നല്ല വ്യൂ ആട്ടോ. അങ്ങനെ ഇത് ഇവിടെ നിൽക്കുന്ന ഒരു വലിയ മരമാണ്. ഒത്തിരി വർഷം പഴക്കമുള്ള മരമാണെന്ന് തോന്നുന്നു. വലിയ മരോ? ഈ മരത്തിനാണ് ഇവിടുത്തെ യഥാർത്ഥ സ്റ്റോറി. ഇവിടെ നടന്ന യുദ്ധവും വൈറ്റ് ലേഡീനെ ഒക്കെ അറിയാം. വൈറ്റ് ലേഡിയുടെ രോദനം നിരന്തരം കേൾക്കുന്ന ഒരു മരമാണിത്. വൈറ്റ് ലേഡിയുടെ പഴയ രോദനം കേട്ടോണ്ടിരുന്ന ഒരു മരമാണ്. ഇപ്പൊ വൈറ്റ് ലേഡി ഇപ്പോഴും ഉണ്ട്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ പറയാൻ പുള്ളിക്കാരിക്ക് അറിയുള്ളൂ. അപ്പോൾ ഇവര് പണ്ട് LKG ഒന്നിച്ച് പഠിച്ചവരായിരുന്നു. അപ്പോൾ അതിൻ്റെയാണത് കേട്ടോ. ബവേറിയയിലെ പൈതൃക നഗരങ്ങളിലൊന്നായ റെഗൻസ്ബർഗിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പുരാതന പട്ടണമായ കാൾമിൻസിൽ എത്തിച്ചേരാൻ പറ്റും. ഏതാണ്ട് 900 AD നടന്ന ഹംഗേറിയൻ കടന്നുകയറ്റത്തിൽ നിന്ന് അവിടുത്തെ തദ്ദേശീയരായ നാട്ടുകാരെ പ്രതിരോധിച്ച കോട്ടയുടെ ആകാശക്കാഴ്ചകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളിപ്പം തേടിയെത്തിയ കോട്ട. ഇത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രം കേട്ടോ. പഴയ കോട്ടയകത്തുള്ള ഒരു ഭാഗം മാത്രം. ഇവിടെ ഇത് കുറേ റെസ്റ്റോറേഷനൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും മെയിൻ കോട്ടയുടെ ഭാഗം ഇതാണ്. താഴേക്ക് അവിടെ റെസ്റ്റോറേഷൻ നടക്കുന്നവരെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് വന്നാലും നല്ല വ്യൂ ആണ്. പിന്നെ അപ്പുറത്തൊരു വാച്ച് ടവറൊക്കെ ഉണ്ട്. നമുക്ക് ആ വാച്ച് ടവറൊക്കെ എന്തായാലും ഒന്ന് കാണാം. അതിന് മുകളിൽ കയറാൻ പറ്റും. നമുക്ക് അതിന് മേലെ കയറാം. അതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണെന്ന് പറയുന്നത് കേട്ടെ. അതിൽ ഫുൾ ടൗൺ നല്ല ഹൈറ്റ്, ഭയങ്കര ഒരു ഹൈറ്റിലൊന്നും അല്ല കേട്ടോ. എങ്കിലും ആ ഫുൾ ടൗൺ നമുക്ക് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റും. ഇത് ഭയങ്കര ഒരു ഹൈറ്റൊന്നും അല്ലെങ്കിൽ പോലും, ഭയങ്കര ഹൈറ്റിലൊന്നും അല്ല. നമുക്കൊരു 10-15 മിനിറ്റ് കൂടെ നമ്മളിവിടെ നടന്ന് കയറി. ഭയങ്കര ഹൈറ്റിലൊന്നും അല്ല. എന്നാൽ പോലും ഈ ഫുൾ ടൗൺ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാം. ഓരോ ഒബ്സ്റ്റക്കിളും ഇല്ല, ഒന്നുമില്ല. കണ്ട കംപ്ലീറ്റ് ടൗൺ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ നമുക്ക് വാച്ച് ടവറിൻ്റെ മേലേക്കൊന്ന് കയറി നോക്കാം. അവിടെ കയറാൻ പറ്റുന്നതാണ്. നമുക്ക് വാച്ച് ടവറിൻ്റെ മേലേക്കൊന്ന് കയറാം. നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഭയങ്കര ഇരുട്ടാണ്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമുക്കൊരു വിൻഡോ കാണാം.
ഇവിടെ ഇരുന്നിട്ടാണ് പണ്ടത്തെ ഭടന്മാരൊക്കെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നത്. ദൂരെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോന്നൊക്കെ ഭടന്മാരൊക്കെ ദൂരെ വീക്ഷിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് താഴേക്കുള്ളൊരു നല്ല വ്യൂ കാണാൻ പറ്റും. ഗൈസ് നമ്മൾ നടന്ന് അങ്ങനെ ടവറിന്റെ മുകളിലെത്തി. ഇനി ഇവിടെ നമുക്കൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ കാണാനുള്ളത്. ഒരു വിനോദസഞ്ചാരി എന്നതിലുപരി ഒരു കാവൽ ഭടന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നോക്കത്താ ദൂരത്ത് നിന്നുള്ള ശത്രുവിന്റെ പടനീക്കമായിരിക്കും അവന്റെ കണ്ണുകളിൽ കാണാൻ കഴിയുക. ഇന്ന് നാം ഈ ഗോപുരത്തിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ പച്ച പരവതാനി വിരിച്ച കുന്നുകളും അതിനോട് ചേർന്നൊഴുകുന്ന നാബ് നദിയും കാണാൻ സാധിക്കും. ചരിത്രത്തിനപ്പുറം ഒരു പുരാതന യൂറോപ്യൻ നഗരത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം കുടുംബസമേതം ചെലവഴിക്കാനും നമുക്കിവിടെ സാധിക്കും. കോട്ടയുടെ മുകളിൽ നിന്ന് പുരാതന നഗരമായ കാൾമുൻസും അവിടെയുള്ള പഴയ കൺസ്ട്രക്ഷൻസും വളരെ ഭംഗിയായിട്ട് നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും. ഗായ്സ് ഇത് പഴയതല്ല, പുതിയതാണ്. ജർമ്മൻ ടെക്നോളജിയാണ് ഗായ്സ്. ഇതൊരു ഹാഫ് ഡേ ട്രിപ്പ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഒരു കുറച്ച് നേരം ചില്ലായി ഹാപ്പിയായി അടിച്ചു പൊളിച്ച് പോകാൻ പറ്റിയ ഒരു ചെറിയൊരു പ്ലേസാണിത്. പിന്നെ നമ്മൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരണം. പിന്നെ അടുത്ത് അങ്ങനെ ഷോപ്പുകൾ അങ്ങനെ ഒരുപാടൊന്നുമില്ല. ആകെ ഒരു 700 മീറ്റർ ദൂരത്തിലൊരു നെറ്റോ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട്. ഒരു കാലത്ത് ഒരു നഗരത്തിന്റെ പ്രതീകമായി തലയെടുപ്പോടുകൂടി നിന്നിരുന്ന ഗോപുരവും അതിന്റെ ചുറ്റുമതിലും കാലത്തിന്റെ ഏടുകളിൽ മറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇന്നത്തെ ഭരണകൂടം അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലൊക്കേഷന്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ട്രാവൽ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.